അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സമാധാനവും നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ, ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാവുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന എന്നാൽ മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ഒരു ആരാധനയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അത് സ്വലാത്ത് ചൊല്ലുക എന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമുള്ള കാര്യമാണ്. നമ്മൾ ദിവസവും പല കാര്യങ്ങൾക്കും സമയം കണ്ടെത്താറുണ്ട്. ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്തുന്നു, ഫോൺ ഉപയോഗിക്കാൻ സമയം കണ്ടെത്തുന്നു, സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിക്കുന്നു. പക്ഷേ നമ്മുടെ നാവിനെ അള്ളാഹുവിൻ്റെ ദിക്റിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തിലും വ്യാപകമാക്കാൻ കുറച്ച് സമയം മാറ്റിവെക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എത്ര സമയം വെറുതെ കടന്നുപോകുന്നു? ആ സമയങ്ങളിൽ കുറച്ച് സമയം പോലും സ്വലാത്തിനായി മാറ്റിവെച്ചാൽ അത് നമ്മുടെ ആഖിറത്തിനായി വലിയൊരു സമ്പാദ്യമായി മാറും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. വിശ്വസിച്ചവരെ, നിങ്ങളും അദ്ദേഹത്തിൻ്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക. എത്ര വലിയ അനുഗ്രഹമാണ് ഇത്! അള്ളാഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലാൻ നമ്മെ പഠിപ്പിക്കുന്നു. മലക്കുകൾ വരെ സ്വലാത്ത് ചൊല്ലുന്നു. വിശ്വാസികളായ നമ്മളോടും സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വലാത്ത് നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ഒരു ഹദീസുണ്ട്. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ 10 പ്രാവശ്യം അനുഗ്രഹം ചൊരിയുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുന്നു, അള്ളാഹുവിൽ നിന്ന് 10 അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. 10 പ്രാവശ്യം ചൊല്ലിയാൽ 100 അനുഗ്രഹം ഉണ്ടാകുന്നു. 100 പ്രാവശ്യം ചൊല്ലിയാൽ 1000 അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിലെ പരിധിയില്ല. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഈ ദിക്റിനെ നമ്മുടെ നാവിൽ സ്ഥിരമാക്കുക. സ്വലാത്ത് ചൊല്ലാൻ പ്രത്യേകമായി ഒരു സമയം മാത്രം വേണമെന്നില്ല. നമ്മൾ നടക്കുമ്പോൾ ചൊല്ലാം, വീട്ടുജോലികൾ ചെയ്യുമ്പോൾ ചൊല്ലാം, യാത്ര ചെയ്യുമ്പോൾ ചൊല്ലാം, ഒഴിവ് സമയത്തൊക്കെ ചൊല്ലാം. ഉറങ്ങുന്നതിന് മുമ്പും രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ സ്വലാത്ത് ചൊല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാം. നമ്മുടെ നാവ് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ സ്വലാത്ത് ചൊല്ലുന്നത് ശീലമാക്കണം. നമുക്ക് അറിയാവുന്ന പല സ്വലാത്തുകളുമുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകളുണ്ട്. ഇതൊക്കെ ചൊല്ലിയാൽ ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുന്നതാണ്. പക്ഷേ പറയുമ്പോൾ മനസ്സിൽ ആദരവും സ്നേഹവും ഉണ്ടായിരിക്കണം. വെറും നാവ് കൊണ്ട് പറയുന്നതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിലും പ്രകടമാകണം. അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കണം. പ്രയാസമുള്ള സമയങ്ങളിൽ സ്വലാത്ത് ചൊല്ലുക. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും വരാം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, കുടുംബ പ്രശ്നങ്ങളുണ്ടാകാം, മനസ്സിൽ ടെൻഷൻ ഉണ്ടാകാം. എന്നാൽ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ അള്ളാഹുവിനെ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് സ്വലാത്ത് ചൊല്ലുക. ഒറ്റപ്പെട്ട നേരത്തും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന നേരത്തും ഇത്തരം സമയങ്ങളിലൊക്കെ അള്ളാഹുവിനെ ഓർത്ത് ദുആ ചെയ്ത് സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ചൊല്ലുന്നത് ഒരു പ്രത്യേക ഫലം ഉറപ്പ് ലഭിക്കാനുള്ള മരുന്ന് മാത്രമല്ല, മറിച്ച് അത് അള്ളാഹുവിനെ അനുസരിച്ചുള്ള ഒരു മഹത്തായ ആരാധന കൂടിയാണ്.
അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് നമ്മുടെ ആവശ്യങ്ങൾ അവനോട് ചോദിക്കുകയാണ് വേണ്ടത്. ആദ്യ ദിവസം തന്നെ 100 കണക്കിന് സ്വലാത്ത് ചൊല്ലണമെന്ന് നിർബന്ധമില്ല. ചെറിയ ലക്ഷ്യത്തോടു കൂടി തുടങ്ങാം. രാവിലെ 10 പ്രാവശ്യം, വൈകുന്നേരം 10 പ്രാവശ്യം, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 10, പിന്നീട് പതുക്കെ പതുക്കെ എണ്ണം കൂട്ടാം. പ്രധാനപ്പെട്ടത് എണ്ണം മാത്രമല്ല, തുടർച്ചയാണ്. ദിവസവും കുറച്ച് ചെയ്താലും സ്ഥിരമായി ചെയ്യുക. നമ്മുടെ നാവ് സ്വലാത്ത് ചൊല്ലുന്നതിന് ശീലിച്ചാൽ പിന്നീടത് സ്വാഭാവികമായി മാറും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകമായി സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച രാവിലെയൊക്കെ നമ്മൾ വുളൂ എടുത്ത് നല്ല നിയ്യത്തോടു കൂടി നല്ല വസ്ത്രം, വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് 777 തവണ ഒരു കാര്യം നിയ്യത്താക്കി ഓതിയാൽ, ഈ സ്വലാത്ത് ചൊല്ലിയാൽ അത് എന്തായാലും നടക്കും. ആ ആവശ്യം എന്തായാലും പൂർത്തീകരിക്കപ്പെടും. വെള്ളിയാഴ്ച നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ നിന്ന് കുറച്ച് സമയം സ്വലാത്ത് ചൊല്ലാനും ഖുർആൻ ഓതാനും ദുആ ചെയ്യാനൊക്കെ മാറ്റിവെക്കാം. നമ്മുടെ ആഖിറത്തിനായി ആ ദിവസം കൂടുതൽ നന്മകൾ ശേഖരിക്കാം. ഇന്നലെ നമ്മൾ കുട്ടികളായിരുന്നു, ഇന്ന് നമ്മൾ വളർന്നു. നാളെ എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സമയം നന്മകൾക്കായി ഉപയോഗിക്കാം. നമ്മുടെ നാവ് വെറുതെ സംസാരിക്കുന്നതിന് പകരം സ്വലാത്ത് ചൊല്ലട്ടെ. നമ്മുടെ ഹൃദയം അള്ളാഹുവിനെ ഓർക്കട്ടെ. നമ്മുടെ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടരുന്നതായിരിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് സ്വലാത്ത് ചൊല്ലാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരുടെ ജീവിതത്തിലും സ്വലാത്ത് ഒരു പാഠമാക്കുക, പതിവാക്കുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.